ഹല്ലേലൂയ. നിലപാടുള്ള വിശ്വാസികളെയാണ് സ്വർഗത്തിന് ആവശ്യം. ഓരോ കാലഘട്ടത്തിലും ഓരോ ദൈവമക്കളെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യാറുണ്ട്. വിശ്വാസത്തിന് വേണ്ടി നിലപാടെടുക്കുകയും ദൈവരാജ്യത്തെ ഉറ്റുനോക്കുകയും ചെയ്യുന്ന ദൈവരാജ്യ ശുശ്രൂഷകരെ പരിശുദ്ധാത്മാവ് അന്വേഷിക്കുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലെ 18-ാം അധ്യായത്തിലെ 21-ാം വാക്യത്തിലെ ഏലിയ ജനത്തെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ഇനി എത്ര നാൾ 2 വഞ്ചിയിൽ കാലുവെക്കും? കർത്താവാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുവിൻ. വാലാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ അവൻ്റെ പിറകെ പോകുവിൻ. അതും ശരിയാണ് ഇതും ശരിയാണെന്ന് പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയെ അല്ല കർത്താവിന് ആവശ്യം. മറിച്ച് വിശ്വാസത്തെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രചരിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും ഏറ്റുപറയുവാനും ആർജവമുള്ള വിശ്വാസികളെയാണ് പരിശുദ്ധ കത്തോലിക്ക തിരുസഭയ്ക്ക് ആവശ്യം. ഹല്ലേലൂയ. എന്തിനാണ് യേശു തൻ്റെ തന്നെ ആത്മാവിനെ നമുക്ക് നൽകിയത്? യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുകയും നമ്മളെ സഭാ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെ തിരഞ്ഞെടുക്കുകയും ചെയ്തത് നമ്മുടെ വിശ്വാസത്തെയും വിശ്വാസ സത്യങ്ങളെയും സംരക്ഷിക്കപ്പെടുവാൻ വേണ്ടിയാണ്. അപ്പോസ്തല പ്രവർത്തനം 20:28 പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. എൻ്റെ വേർപാടിന് ശേഷം ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിലേക്ക് വരുമെന്നും അജഗണത്തെ വെറുതെ വിടുകയില്ല എന്നും ഞാൻ ഭയപ്പെടുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ സഭയെക്കുറിച്ചുള്ള വേദനയും നശിച്ചു പോകാൻ പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ഈറ്റുനോവും മുൻകൂട്ടി കണ്ടുകൊണ്ട് പൗലോസ്ലീഹ പ്രവചിച്ചിരിക്കുകയാണ്. 1, നിങ്ങളെക്കുറിച്ച് ജാഗരൂകരാകണം. 2, ദൈവത്തിൻ്റെ സഭയെക്കുറിച്ചുള്ള കരുതൽ നിങ്ങൾക്കുണ്ടാകണം. എന്നാൽ നിങ്ങൾ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയണം. അൾത്താരവാലൻ മുതൽ പുരോഹിതൻ വരെയുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓരോ ഇടവകളിലും ഇടവക ശുശ്രൂഷയ്ക്ക് വേണ്ടിയും നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മളെ തിരഞ്ഞെടുത്തത് സഭാപിതാക്കന്മാരല്ല, വൈദികരല്ല, സന്യസ്തരല്ല, ഇടവകക്കാരല്ല, സാക്ഷാൽ പരിശുദ്ധാത്മാവാണ്. നമ്മൾ വിശ്വസിക്കേണ്ടതും നമ്മുടെ വിശ്വാസ സത്യത്തെ സംരക്ഷിക്കേണ്ടതും പരിശുദ്ധാത്മാവിനെ പ്രതിയാണ്, നിയോഗിച്ചവനെ പ്രതിയാണ്. നമ്മൾ പ്രീതിപ്പെടുത്തേണ്ടത് ഇടവക സമൂഹത്തെ അല്ല, പരിശുദ്ധാത്മാവിനെയാണ്. നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവായതുകൊണ്ട് നമ്മൾ വിശ്വസിക്കേണ്ടതും വിശ്വസ്തത പുലർത്തേണ്ടതും പരിശുദ്ധാത്മാവിനോടാണ്. എന്നാൽ വില കൊടുക്കേണ്ടി വരും. എന്നാൽ ഈ കാലഘട്ടത്തിലെ ഓരോ ദേവാലയത്തിലേക്ക്, ദേവാലയ ശുശ്രൂഷയിലേക്ക് ഇടകലർന്നുള്ള അനാചാരങ്ങൾ കയറിയത് വഴി കർത്താവ് ഇന്ന് തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഖേദിക്കുകയാണ്. സാബുവളിനെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് കർത്താവ് ഖേദിക്കുന്നത് പറഞ്ഞതുപോലെ അൾത്താരവാലൻ മുതൽ അൾത്താരയിൽ ബലിപീഠത്തിൽ ബലിയർപ്പിക്കുന്ന വ്യക്തികളെ വരെയും ഓർത്തുകൊണ്ട് വേദനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയേണ്ട സമയമാണ് പ്രിയപ്പെട്ടവരെ. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇടവകയുടെ പ്രദക്ഷിണവും ഇടവക തിരുനാളും അമ്പലങ്ങളിലെ ഉത്സവവും ഒന്നല്ല. അതും ഇതും ഒന്നല്ല. അനാചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രദക്ഷിണങ്ങളിലും തിരുനാളുകളിലും കുത്തിത്തിരുക്കി കയറ്റിയതാണ് ഇന്ന് നമ്മുടെ വിശ്വാസത്തെ വ്രണപ്പെടുവാനും അനേക യുവതിയുവാക്കളും വിശ്വാസികളും ദേവാലയങ്ങളിൽ നിന്നും അകലുവാനും ഇടയായത്. തിരിച്ചു പിടിക്കണം. ഓരോ വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുന്ന ഓരോ ദൈവമക്കളും അറിഞ്ഞിരിക്കേണ്ടത് ഓരോ വിശുദ്ധരുടെ ആത്മീയത ഉൾക്കൊണ്ടു വേണം. അവരെന്തിനു വേണ്ടിയാണ്
രക്തസാക്ഷിത്വം വഹിച്ചത്? അവരെന്തിനു വേണ്ടിയാണ് നിലപാടെടുത്തത്? അവരാർക്കു വേണ്ടിയാണ് നിലകൊണ്ടത്? ഏത് വിശ്വാസത്തിന് വേണ്ടിയാണ്? അതേ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് വേണം, അതേ ആത്മീയ ചൈതന്യം നിലകൊണ്ടുകൊണ്ട് വേണം ഓരോ വിശ്വാസികളും ഇടവക പള്ളികളുടെ ദേവാലയങ്ങളിലെ തിരുനാളുകൾ ആഘോഷിക്കേണ്ടത്. അല്ല എങ്കിൽ ഒരു തിരുനാളെന്ന് പറയുന്നത് ഒരു വർഷം ഓരോ കുടുംബത്തിൻ്റെയും ഓരോ വ്യക്തികളുടെയും ആ ദേശത്തിൻ്റെയും അനുഗ്രഹത്തിന് കാരണമാകും. ഓരോ വിശുദ്ധൻ്റെയും മധ്യസ്ഥം ഓരോ ദേശത്തിനും കുടുംബത്തിനും അനുഗ്രഹമാണെങ്കിൽ ഓരോ വിശുദ്ധൻ്റെയും കണ്ണുനീര് ആ ദേശത്തിൻ്റെ കെണിക്ക് കാരണമായി തീരാൻ സാധ്യതയുണ്ട്. ഇന്ന് കത്തോലിക്ക തിരുസഭയിൽ, കേരള സഭയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്നത് സെബസ്ത്യാനോസിൻ്റെ തിരുനാളാണ്. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ നിന്ദിക്കപ്പെടുന്നത് ആ വിശുദ്ധനാണ്. ആ വിശുദ്ധന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന അനാചാരങ്ങളെ ഓർത്തുകൊണ്ട് സ്വർഗത്തിരുന്ന് സന്തോഷിക്കേണ്ട വിശുദ്ധൻ സ്വർഗത്തിരുന്നു കൊണ്ട് ചങ്കുപൊട്ടി കരയായിരിക്കും. ആ വിശുദ്ധന്റെ പേരിൽ ഇടവക ദേവാലയങ്ങളുടെ ആ തിരുനാളുകളുടെ വേളകളിൽ റഷ്യയിൽ നിന്നും യുവതികളെ ഇറക്കിക്കൊണ്ട് ആ അർത്ഥനഗ്നമായെന്നതുപോലെ ഡാൻസുകളും പാട്ടുകളും ഇട്ടുകൊണ്ട് ആഘോഷിക്കുന്ന സമയത്ത് സ്വർഗം കരയുകയാണ്, വിശുദ്ധൻ നിലവിളിക്കുകയാണ്. കോടികൾ ചെലവഴിച്ചുകൊണ്ട് നടത്തുന്ന ഓരോ തിരുനാളുകളിലും ആ പണമുണ്ടായിരുന്നുവെങ്കിൽ എത്രയോ പാപങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കാമായിരുന്നു. ആ കുടുംബത്തിൽ എത്രയോ പേരുടെ ഭവനരഹിതരുടെ ഭവനം നിർമ്മിച്ചു കൊടുക്കാമായിരുന്നു. എത്രയോ പാവപ്പെട്ടവനെ ചേർത്ത് പിടിക്കാമായിരുന്നു. തിരുനാളിന് പണം ചെലവഴിക്കരുത് എന്നുള്ളതല്ല, മറിച്ച് ചെലവഴിക്കേണ്ട വിധത്തിൽ ചെലവഴിച്ചുകൊണ്ട് അവരുടെ ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ വിജാതീയര് പോലും വിശ്വാസികളായി തീരുമായിരുന്നു. എന്നാൽ റോമാലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ പറയുകയാണോ, നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം വിജാതിരുടെ ഇടയിൽ ദുഷിപ്പിക്കപ്പെടുകയാണ്. ഓരോ തിരുനാളിൻ്റെ വേളകളിൽ DJ പാട്ടുകളും ഇട്ട് നൃത്തങ്ങളും ആടി ജീവിതത്തിൽ ഒരിക്കൽ പോലും പള്ളിയിൽ കയറാത്ത യുവാക്കളും യുവതികളും ആ ദിവസങ്ങളിൽ പള്ളി വരികയും അനാചാരങ്ങളിൽ ഇടകലർന്നുള്ള ആചാര അനുഷ്ഠാനങ്ങളിലെ സാത്താനെ പ്രീതിപ്പെടുത്തുന്നുള്ള വിധത്തിലുള്ള ആഘോഷങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് എസെക്കിയേൽ 8:6 വചനം ആ ഇടവകകളിലും ആ ഇടവക അതിഥികളിൽ നിന്നും വിട്ടുപോകാൻ ഏറെ സാധ്യതയുണ്ട്. എന്താണ് എസെക്കിയേൽ 8:6? എസെക്കിയേൽ 8:6 പറഞ്ഞത് ഇതാണ്: മനുഷ്യപുത്ര, അവർ ചെയ്തു കൂട്ടുന്ന കടുത്ത മ്ലേച്ഛതകൾ നീ കാണുന്നുണ്ടോ? എൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിന്നും എന്നെ തുരത്താൻ വേണ്ടി അവർ ചെയ്തു കൂട്ടുന്ന കടുത്ത മ്ലേച്ഛതകൾ നീ കാണുന്നുണ്ടോ? ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ കാണും. കർത്താവിനെ വിശുദ്ധ സ്ഥലത്ത് നിന്നും അനാചാരങ്ങൾ വഴി, സാത്താനെ പ്രീതിപ്പെടുത്തുന്ന വിധത്തിലുള്ള ആഘോഷങ്ങൾ വഴി, സംഗീതങ്ങൾ വഴി കർത്താവിനെ പുറത്താക്കിയിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ യുവതി യുവാക്കളിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ അനുഗ്രഹം വരണമെന്ന് കരയരുതും. ഏലിയ പ്രവാചകൻ ജനത്തെ സമീപിച്ചുകൊണ്ട് ചോദിച്ച ചോദ്യം അതാണ്: ഇനി നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാല് വെക്കും? അത് അപകടമാണ് പ്രിയപ്പെട്ടവരെ. കർത്താവിനെ വേദനിപ്പിക്കുന്ന വിധത്തിൽ, കർത്താവിനെ സങ്കടപ്പെടുത്തുന്ന വിധത്തിൽ നമ്മൾ ആരുടെ തിരുനാളാണോ ആഘോഷിക്കുന്നത് ആ വിശുദ്ധരുടെ ചങ്കിലി കുത്തി ഇറക്കുന്ന വിധത്തിൽ ഒരു പ്രവൃത്തിയും ഒരു വിശ്വാസത്തിൽ നിന്നുണ്ടാകരുത്. അതായത് കർത്താവിനെ സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ തന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ നിലപാടുള്ളവരായിരിക്കണം. ഏലിയായെ പോലെ നിലപാടുള്ളവരായിത്തീരണം. മനസ്സുകൊണ്ട് പോലും സപ്പോർട്ട് ചെയ്യരുത്. 2, അൾത്താരപാലൻ മുതൽ പുരോഹിതൻ വരെയുള്ള എല്ലാ ദൈവമക്കളും അറിഞ്ഞിരിക്കേണ്ട സത്യം ഇതാണ്: നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവായതുകൊണ്ട് 99 പേരും നമുക്കെതിരെ നിലകൊണ്ടാലും സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മൾ നിലപാടെടുക്കുന്നുവെങ്കിൽ സ്വർഗം നമുക്ക് അനുകൂലമായിരിക്കും. എന്നാൽ പലപ്പോഴും നമ്മുടെ നിശബ്ദത അവർക്കത് അംഗീകാരമായി മാറുമ്പോൾ 99 പേരും നമുക്ക് അനുകൂലമാണെങ്കിലും സ്വർഗം നമുക്കെതിരായിരിക്കും. നമ്മൾ ഗലാത്യ 1:10 മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്നവരാകാതെ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ഒരു ദൈവമകനും ദൈവമകളുമായി മാറണം. നിലപാടിൽ വെള്ളം ചേർക്കാത്ത, വിശ്വാസത്തിൽ വെള്ളം ചേർക്കാത്ത,
മരിച്ചു വീഴേണ്ടി വന്നാലും ഉറപ്പുള്ള ഒരു വിശ്വാസി നിലപാടെടുക്കാൻ ഉണ്ടെങ്കിൽ ചുറ്റും കൂടി നിൽക്കുന്ന ദൈവജനം പരിശുദ്ധാത്മാവിനാൽ ആകർഷിച്ച് നിലപാടെടുത്തവൻ്റെ കൂടെ ചേർന്ന് കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങും. ഏലിയ ഒറ്റയ്ക്ക് നിലപാടെടുത്തപ്പോൾ പിശാചിൻ്റെ പക്ഷത്തിൽ പിടിക്കപ്പെട്ട ഒരു ജനത ഏലിയായുടെ പക്ഷം ചേർന്ന് വിശ്വാസികളായി മാറിയതുപോലെ ഈ കാലഘട്ടത്തിലെ പരിശുദ്ധാത്മാവിലൂടെ സഭയിൽ നമ്മളെ തിരഞ്ഞെടുത്തത് നിലപാടുള്ള വിശ്വാസികൾക്ക് വേണ്ടിയാണ്. അതും ശരിയാണ്, ഇത് ശരിയാണ്, അതും ഒന്നാണ്, ഇതും ഒന്നാണെന്നുള്ള ഒരു വിശ്വാസിയെ കർത്താവിന് വേണ്ട. അത് ആര് തന്നെയാണെങ്കിലും അവരെ തിരഞ്ഞെടുത്തത് പോലും കർത്താവ് ഖേദിക്കുക. ഈശോ പരിശുദ്ധാത്മാവിൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.